ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇക്കാൻ്റെ അടുത്തേക്ക് പോണൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം റെഡിയായി ഇവരെന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. എൻ്റെ ഉമ്മ ഉണ്ട്, ഇക്കാൻ്റെ ഉമ്മ ഉണ്ട്, പിന്നെ എൻ്റെ മക്കളുണ്ട്, പിന്നെ എൻ്റെ നാത്തൂമാരുടെ മക്കളും ഉണ്ട്. പിന്നെ ഞങ്ങൾ അളിയൻ്റെ വണ്ടിയിലാണ് പോണത്, അളിയനാണ് കൊണ്ടാക്കി തരുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്ന് ഫുഡ് കഴിക്കാനും കയറി. പിന്നെ എൻ്റെ മൂത്ത 2 മക്കളെ കൊണ്ടുപോകണില്ല, ഇൻഷാല്ല എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്കമാലിയാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ പിന്നെ എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പോൾ 10:45 ഫ്ലൈറ്റ് രാത്രി 1:30ക്കാണ് ഉണ്ടായിരുന്നത്. രാത്രി 10:45 ഫ്ലൈറ്റ്, അത് 1:30ക്കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ചെറിയ മക്കളിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പക്ഷേ അളിയന് വേറെ ഓട്ടം ഉണ്ടായിരുന്നു 12 മണിക്ക്. അത് കാരണം കൊണ്ട് പിന്നെ അവർക്ക് ഇന്നെ വേഗം അവിടെ ആക്കിയിട്ട് അളിയനൊക്കെ തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ അയച്ചു. എനിക്ക് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, അത് 8 കിലോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയിട്ട് ഒരാൾക്ക് 7 കിലോ വെച്ച് പിടിക്കാമല്ലോ. അങ്ങനെ 8 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം ഞാൻ ഹാൻഡ് ബാഗ് പിടിക്കണില്ല വെച്ചിട്ടായിരുന്നു. പിന്നെ കുറച്ച് വെയിറ്റ് കൂടിയ കാരണം കൊണ്ട് പിടിച്ചതാണ്. അങ്ങനെ അവരത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ, അത് കാരണം ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞപ്പോൾ അവരെന്നാൽ ലഗേജ് കൂടെ വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. അപ്പം അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗ് മോൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിലൊന്നുമില്ല, ഇവൾക്ക് കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാസ്പോർട്ട് വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടക്കണ്ടായിരുന്നു. എൻ്റെ 9ാമത്തെ ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കുറേ നടന്നു, എസ്കലേറ്ററിൽ കയറാണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി. എന്നിട്ട് ഇവിടെ കുറേ നേരം ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഇവളിങ്ങനെ നിലത്ത് കൂടൊക്കെ ഇങ്ങനെ മുട്ടുത്തി നടക്കുകയാണ്. ഇവൾക്കിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയി ഇവളുടെ ഡയപ്പറൊക്കെ മാറ്റി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി. എന്നിട്ട് ഫ്ലൈറ്റിൻ്റെ അവിടെ പോയി. കുറച്ച് നേരമൊക്കെ ഇരിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. എൻ്റെ വിൻഡോ സീറ്റ് വേറെ ഒരാളായിരുന്നു ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മോന്, പിന്നെ ഞാൻ, അങ്ങനെ ആയിരുന്നു. പിന്നെ റൈഫ മോൾക്കും സീറ്റ് ഉണ്ടായിരുന്നു. അവൾക്ക് അതെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നോട്. അതായത് ഇവൾ ചെറിയ കുട്ടിയാണ്, ശരിക്കും ഇവൾക്ക് ടിക്കറ്റ് വേണ്ട, ചെറുതായിട്ട് എന്തോ ഒരു കാശ് കൊടുക്കണം കേട്ടോ. പക്ഷെ ഇവൾക്ക് വലിയ ആളുടെ സീറ്റാണ് കിട്ടിയേക്കണത്. അങ്ങനെ ഇവൾക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിൻഡോ സീറ്റിൻ്റെ അവിടെ വേറെ ആളും, പിന്നെ എൻ്റെ മോനും, പിന്നെ ഞാനും, പിന്നെയാണ് മോളുടെ സീറ്റ്. അപ്പം നടുവ് കൂടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവില്ല, 3 സീറ്റ് വെച്ചിട്ടല്ലേ. അങ്ങനെ അറിഞ്ഞു. അപ്പം ഇവിടെ എന്തായാലും ഇവൾക്ക് സീറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവള് എന്തായാലും ഇരിക്കില്ല, എൻ്റെ മടിയിൽ നേരിട്ടും. അങ്ങനെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഞാൻ വിൻഡോയുടെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് മോൾക്ക് പാല് കൊടുക്കാനൊക്കെ ഉള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ വിൻഡോ സീറ്റിലിരുന്നു. പിന്നെ മോൾക്ക് ഭയങ്കര വാശിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നല്ല കരച്ചിലാകുമോ, എത്തണം വരെ കരയുമോ, അങ്ങനെയൊക്കെ. ഇപ്പോൾ അങ്ങനെ മടിയിലിരിക്കുന്ന ഒരു പ്രായമല്ലല്ലോ, അവൾക്ക് ഇറങ്ങിപ്പോകണം, അങ്ങനത്തെ ഒക്കെ ഒരു പ്രായമല്ലേ. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ലോണം
വാശി പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ അതും ഇതൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി. പിന്നെ കുറേ നേരം ഉറങ്ങി. പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയ കാരണം തന്നെ ഇവർക്ക് ലാൻഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയമെടുത്തു. और अन्य इलेक्ट्रॉनिक उपकरणों Ladies and gentlemen, we have just landed. For your own safety, please keep your seatbelts fastened until the seatbelt signs have been switched off. Please take care while opening the overhead bins, and before disembarking, check that you have all of your hand luggage with you. Mobile phones should remain switched off until the aircraft has reached it. പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ അവൾ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. നിൽക്കാൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറേ അകലെ കൊണ്ടുപോയിട്ട് അതൊന്ന് നിർത്തിയേക്കണത്. അത് കാരണം ഒരുപാട് നടക്കാണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു ആ 8 കിലോനൊക്കെ എൻ്റെ കയ്യിലെങ്ങാനും ഹാൻഡ് ബാഗായിട്ട് പിടിച്ചേക്കാണെങ്കിൽ ഞാൻ എങ്ങനെ നടക്കുക. കാരണം അത്രയ്ക്കുണ്ടായിരുന്നു. ആരുമില്ല, ഹെൽപ്പിനും കാര്യത്തിനൊന്നും ആരുമില്ലല്ലോ. മോനൊന്നും പിടിക്കാനും പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു ഹാൻഡ് ബാഗും പിടിക്കരുത് ശരിക്കും. പിന്നെ അങ്ങനെ കുറേ നടക്കാണ്ടായിരുന്നു. നടന്ന് കാല് കടയാൻ തുടങ്ങി. മോനൊക്കെ കടച്ചൽ തുടങ്ങിയിട്ട് അവൻ കരയാൻ തുടങ്ങി. പിന്നെ മെട്രോയിൽ കയറാണ്ടായിരുന്നു. കുറേ നടന്നതിന് ശേഷം മെട്രോയിൽ കയറാണ്ടായിരുന്നു. മെട്രോയിൽ കയറിയിട്ട് പിന്നെയും നടക്കാണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലഗേജിൻ്റെ അവിടെ എത്തിയിട്ടോ. ലഗേജ് തരുന്നില്ല. ഞാൻ അങ്ങനെ മോളെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. കാല് കടയുക, തണ്ടൽ വലിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലഗേജ് ലാസ്റ്റാണ് വന്നിരിക്കണം. എത്ര നേരമാണ് നിന്നിക്കണം, മണിക്കൂറോളം നിന്നിക്കണം അവിടെ ലഗേജ് വരാണ്ട്. പിന്നെ മെട്രോയിലൊക്കെ കയറിയപ്പോൾ മോള് കരഞ്ഞു കേട്ടോ. ഒന്നിങ്ങനെ നല്ലൊരു കരച്ചിൽ കരഞ്ഞു. പിന്നെ അങ്ങനെ അവൾ ഉറങ്ങി. പിന്നെ മോളിനടുത്ത കാരനക്ക് ലഗേജ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ലഗേജ് ആണെങ്കിൽ വരുന്നും കാണാനില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പോയിട്ട് എന്താണ് ഒരു കുട്ടിയാണ് കേട്ടോ പിന്നെ എടുത്തു തന്നത്. ഒരു കുട്ടി പറഞ്ഞാൽ എന്താണ് അവരിവിടെ കോട്ടയം അവിടെ ഉള്ളവരാണ്. ആ പെൺകുട്ടിയാണ് എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു തന്നത്. അപ്പോൾ മോളെടുത്ത കാരനൊക്കെ എടുക്കാനൊന്നും പറ്റാണ്ട് എല്ലാവരും ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് എൻ്റെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എടുക്കാൻ ഞാൻ ആരിനെ ഇതാക്കുക, കാരണം അവൾ ഉറങ്ങും ചെയ്യല്ലേ. അങ്ങനെ അപ്പോൾ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്താണ് ഇക്കാൻ്റെ അടുത്ത് എത്തിയപ്പോഴൊക്കെ അവൾ നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോന്നു. ഇക്കാണ് കുറേ ഉണർത്താൻ നോക്കിയത്, പക്ഷെ അവൻ ഉണരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി.
കട ഷോപ്പാണ് കേട്ടോ കാക്ക്. ഷോപ്പ് അവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയാലൊക്കെ കാണാം. അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കാർന്ന് ഞങ്ങൾ റൂമൊക്കെ പോവാണ്. പിന്നെ അവൾക്ക് വലിയ പരിചയക്കുറവൊന്നും ഉണ്ടായില്ല കേട്ടോ. ഫോണിൽ കൂടെ ഒക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് അവളുടെ പച്ചിയാന്നൊക്കെ ഇങ്ങനെ അറിയാലോ. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴും പിന്നെ ആദ്യമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മടിച്ചു. പിന്നെ അവളിങ്ങനെ ചെല്ലാൻ തുടങ്ങി. പിന്നെ റൂമിൻ്റെ അവസ്ഥയാണിത്. ഇവിടെ ഞങ്ങൾ പോയപ്പോൾ വേറെ ഫാമിലിക്ക് താമസിക്കാൻ കൊടുത്തായിരുന്നു. അപ്പോൾ അവർ നന്നായി റൂം നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കോലാണ് അവിടെ കണ്ടത്. അങ്ങനെ അന്ന് ഒരുപാട് ക്ലീൻ ആക്കാണ്ടായിരുന്നു വന്നിട്ട്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ശരിയാക്കി. പിന്നെ അന്ന് ഞങ്ങൾ ഫുഡ് ഇവിടെ വെച്ചില്ല കേട്ടോ. കാരണം എനിക്ക് ഇവിടെ കുറേ പണി ഉണ്ടായിരുന്നല്ലോ. അത് കാരണം ഫുഡൊന്നും ഇവിടെ വെച്ചില്ല. ഞാനിവിടെ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയേക്കണത്. അങ്ങനെ അന്ന് രാവിലെ ഭൂരി മേടിച്ചു കൊടുന്നു. പിന്നെ ഉച്ചക്ക് സാദാ ചോറ്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൂത്ത നാത്തൂൻ്റെ ചെറിയ നാത്തൂൻ. അവർക്ക് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ ദുബായിലാണ്. ഞങ്ങൾ ഷാർജയിലാട്ടോ താമസിക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. കച്ചമ്പറൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ അവർ വന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇക്കാടെ ഷോപ്പിലേക്കൊന്ന് പോയി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ഷോപ്പിലേക്ക് പോയി. തുറക്കുക ഞങ്ങളുടെ റൂമിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ കടയിലേക്ക്. അത് അവിടെയാണ് ഞങ്ങളുടെ റൂം. പിന്നെ അതാണ് കട. അൻവർക്ക ഇവിടെ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.